അതിനിടയിൽ PK ഫിറോസിൻ്റെ ഒറ്റയാൾ പട്ടാളം ഒരടി കൂടി മുന്നോട്ട് നീങ്ങി. ഈ രേഖ, ഫിറോസ് ഇപ്പോൾ കാണിക്കുന്ന ഈ രേഖ ഫിറോസിൻ്റെ വകയല്ല, വേറെ ഒരാളുടേതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്തുകയും 1,00,000 രൂപയും 10% ഇൻക്രിമെൻറ്റും അടക്കം വൻ തുക നൽകി ദീർഘകാല അടിസ്ഥാനത്തിൽ നിയമനം നൽകി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തിക എന്ന് പറഞ്ഞാൽ DS നീലകണ്ഠനെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹം എന്ന ആ ദേഹം ആര് എന്നല്ലേ, അതറിഞ്ഞു വെക്കണം. എന്നാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകുമ്പോൾ കഥ മനസ്സിലാവൂ. അസൽ CPM-കാരനായ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ മന്ത്രിക്ക് പരാതി ആയി സമർപ്പിച്ചു 5/12/2018. എന്തു സമർപ്പിച്ചു എന്നാണ്? അതും ഓർത്തു വെക്കണേ. കോലിയക്കോടിൻ്റെ സഹോദരപുത്രന് നിയമത്തിനെതിരായി. കോലിയക്കോടിൻ്റെ സഹോദരപുത്രനും ദാമോദരൻ നായരുടെ മകനുമായ DS നീലകണ്ഠന നിയമനത്തിനെതിരായി CPM-ൻ്റെ MLA ജെയിംസ് മാത്യു നൽകിയ പരാതിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതവിടെ കൊടുത്തിട്ട് ജെയിംസ് മാത്യു അതിൻ്റെ ഒരു കോപ്പി യൂത്ത് ലീഗിനും തന്നു. ഇപ്പോൾ ഇത് ഈ കോപ്പി കിട്ടിയത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, AC മൊയ്തീൻ്റെ ഓഫീസിൽ നിന്നാണ്. ജെയിംസ് മാത്യു തന്നതല്ല. നീ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. AC മൊയ്തീൻ, കാരണം അദ്ദേഹം AC മൊയ്തീൻ തന്നെ എഴുതിയ കുറിപ്പടി ഇതിനകത്തുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രേഖകൾ കൈമാറുന്ന നേരത്തെയുള്ള മന്ത്രിസഭാ കുറിപ്പടക്കം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ. ആ സോഴ്സിൽ നിന്ന് നമുക്ക് ഇതുവരെ ലഭിച്ച എല്ലാ കാര്യങ്ങളും സത്യസന്ധവും അടിസ്ഥാനമുള്ളതുമാണെന്ന് ഇതിനകം നമുക്കെല്ലാവർക്കും വ്യക്തമായതാണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയ സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരമാണ് ഇത് KT ജലീൽ അറിഞ്ഞിട്ടുള്ള നിയമനമല്ല, ഇത് കോടിയേരി ബാലകൃഷ്ണൻ രാഘവൻ മുഖാന്തരം നടത്തിയതാണ്. സോഴ്സ് ഏതായാലും ശരി, വെറുതെ പുലിവാല് പിടിക്കണ്ട. ജയരാജേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, EP ജയരാജൻ പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ജെയിംസ് മാത്യുവിന് ഭ്രാന്തുണ്ടോ? CPM-ൻ്റെ MLA-ക്കും ഭ്രാന്താണോ? EP ജയരാജൻ മറുപടി പറയട്ടെ. EP ജയരാജൻ്റെ അടുത്ത് പോകാൻ പൊളിമിക്സിന് ധൈര്യം പോരാ. ജെയിംസ് മാത്യുവിനോട് ചോദിച്ചു നോക്കാം. ആണോ? ഫിറോസ് പറഞ്ഞതുപോലെയാണോ? യഥാർത്ഥത്തിൽ ചരിത്രബോധമില്ലാത്ത ഒരു വിഡ്ഢി മാത്രമാണെന്നാണ് ഫിറോസിനെ പറ്റി ഞാൻ ധരിച്ചത്. പക്ഷെ ഇത്രമേൽ അപകടകാരിയായ ഒരു ക്രിമിനലാണ് ഇയാളെന്ന് കേരളം ഇന്ന് തിരിച്ചറിയുകയാണ്. ക്രിമിനലോ? അങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പോഴെന്താണ് ഉണ്ടായത്? ഇയാൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഞാൻ കൊടുത്ത കത്ത് തന്നെയാണ്, ആ കവറിംഗ് ലെറ്ററാണ്. എന്നാൽ ആ കവറിംഗ് ലെറ്ററിനോടൊപ്പം 9 പേജ് കത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ കൃത്യമായി അയാൾ ഒരു പേജ് അയാൾ ഉന്നയിക്കുന്ന ആക്ഷേപമോ ആരോപണമോ അതിന് സാധൂകരണം ലഭിക്കത്തക്ക വിധത്തിൽ വ്യാജരേഖ ചമച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. അതീവ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ പ്രഥമ ദൃഷ്ടിയ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത്ര വലിയ കുറ്റമൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇത്ര ലാഘവത്തോടെ ചെയ്യുമോ? CPM പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെയും ഒരു മന്ത്രിയെയും ഇതുപോലെ അവഹേളിക്കത്തക്ക വിധത്തിൽ ഒരു നിയമസഭാ അംഗം കൊടുത്ത കത്തിന് എങ്ങനെയാണ് ഇയാൾക്ക് വ്യാജരേഖ ചമച്ച് പത്രപ്രവർത്തകർക്ക് കൊടുക്കാൻ സാധിക്കുക? അങ്ങനെയാണെങ്കിൽ അത് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ലീഗ് യോഗത്തിൽ വിഡ്ഢിത്തം വിളമ്പുന്നത് പോലെയാണോ കേരളത്തിലെ പത്രപ്രതിനിധികൾ, മാധ്യമപ്രതിനിധികളെ വിളിച്ച് ആധികാരികമായി ഇത്തരമൊരു രേഖ നൽകുന്നത്? അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി
ഇയാൾ നടത്തിയിട്ടുള്ള വ്യാജരേഖ ചമയ്ക്കലും അപകീർത്തിപ്പെടുത്തലും പരിശോധിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് നൽകിയിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ പോലീസ് കേസ് എടുക്കണ്ടേ? 100% എടുക്കണമെന്ന് ഞാൻ പറയലല്ല. ഞാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്തത് ഒരു പോലീസ് കേസ് എടുക്കാൻ തക്കവണ്ണമുള്ള സാങ്കത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഞാനിപ്പോൾ ഈ പ്രതിനിധികളെ മുമ്പിൽ വെച്ച് പറഞ്ഞു നാളെ ഒരു പോലീസ് കേസ് ചാർജ് ചെയ്യാനുള്ള വകുപ്പില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ടാവും. അത്രയുമാണ് തൻ്റെ കത്തിൻ്റെ 2ാം പേജിനെ കുറിച്ച് MLAക്ക് പറയാനുള്ളത് എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് PK ഫിറോസ് പറഞ്ഞു വരുന്നത് ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വളരെ കൃത്യമാണെന്ന് സാധൂകരിക്കുന്നത്, നിങ്ങൾ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് യൂത്ത് ലീഗ് ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ എന്തുകൊണ്ട് ഉടനെ പ്രതിപക്ഷ നേതാവ് അതിനെ സാധൂകരിച്ചുകൊണ്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ലീഗ് നേതാക്കന്മാർ എന്തുകൊണ്ട് പറയുന്നില്ല. ഞാൻ CPMൻ്റെ MLA ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തെ സാധൂകരിക്കുന്ന ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ആ പരാതിയിലെ 2ാമത്തെ പേജ് ഫിറോസ് വ്യാജമായി ഉണ്ടാക്കിയെന്നാണ് ജെയിംസ് മാത്യു പറഞ്ഞു വരുന്നത്. ഞാൻ കൊടുത്ത കത്തിനകത്ത് 2ാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കത്തിൽ ഞാൻ പറയുന്നത് അവിടെ നടന്നിട്ടുള്ളൊരു നിയമന വിഷയമാണ്. ആ നിയമനം സംബന്ധിച്ച് പരിശോധിക്കണമെന്നാണ്. ആ പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് എന്നാൽ റിപ്പോർട്ടിൽ പറയാത്ത ടെക്നിക്കൽ ആർക്കിടെക്ചർ തസ്തികയിൽ 1.25 ലക്ഷം രൂപ ശമ്പളത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നിയമനം നടത്തി. ഇതാണ് 2ാമത്തെ പോയിന്റ്. അയാൾ അത് മാറ്റിയിട്ട് വളരെ കൃത്യമായി അതിന് പകരം അയാൾ ഉന്നയിക്കുന്ന ഒരാരോപണത്തിന് സബ്സ്റ്റാൻഷ്യലായിട്ട് എന്നാൽ റിപ്പോർട്ടിൽ പറയാത്ത വിധം ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്തുകയും 1 ലക്ഷം രൂപ ശമ്പളവും 10% ഇൻക്രിമെൻറ്റും അടക്കം വൻ തുക നൽകി ദീർഘകാല അടിസ്ഥാനത്തിൽ നിയമനം നടത്തി. അതെ, അങ്ങനെ നിയമനം നടത്തി എന്നു തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? നിങ്ങളുടേതെന്ന് അയാൾ പറയുന്നതും അയാൾ വ്യാജമായി ഉണ്ടാക്കി എന്ന് പറയുന്നതുമായ കത്തിൽ സംഗതി ഒന്നു തന്നെയല്ലേ? അതിലെന്ത് വിവരക്കേട്? യഥാർത്ഥത്തിൽ ഇയാളുടെ ഈ വിവരക്കേട് വെളിച്ചത്ത് വരുന്നത് ഇത് 2ാമത്തതാണ്. 3, 4, 5, 6, 7 ഇത്രയും കാര്യമാണ് ഞാൻ കൊടുത്തത്. ഇതിൽ 4ാമത്തത് ഞാനും ഡെപ്യൂട്ടി ഡയറക്ടറെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറാണുള്ളത്. എൻ്റെ കത്തിനകത്തെ 4ാമത്തെ പോയിന്റ് IKM റീസ്ട്രക്ചറിംഗ് റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടിൽ പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്തി. ഇയാൾ അത് തിരുത്തിയില്ല. അത് തിരുത്താതിരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? MLA പറയൂ, എന്താണ് സംഭവിച്ചത്? ഞാൻ പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കാര്യങ്ങൾ മുൻപോട്ട് പോയി. ആ മുൻപോട്ട് പോയ കാര്യമാണ് ഇയാൾ 2ാമത്തതായിട്ട് തിരുത്തി എഴുതിയത്. പക്ഷെ തിരുത്തി എഴുതുമ്പോൾ 4ാമത്തതായുള്ള ഒഴിവാക്കേണ്ടതായിരുന്നു. ഒഴിവാക്കിയില്ലെങ്കിലുള്ള കുഴപ്പം എന്താ? 2ഉം 4ഉം ഒരേ നിയമനത്തെ പറ്റി. 2ാമത്തെ പോയിന്റിൽ പറയുന്ന അതേ ഡെപ്യൂട്ടി ഡയറക്ടറെ പറ്റി എൻ്റെ യഥാർത്ഥ കത്തിൽ 4ാമതായി വിവരിക്കുന്നു. അയാൾ ഫോർജറി നടത്തിയപ്പോൾ 4ാമത്തത് മാറ്റിയില്ല. അപ്പോൾ 4ാമത്തത് മാറ്റാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? അയാൾ എൻ്റേതെന്ന് അവകാശപ്പെട്ട് കൊടുത്തതിനകത്ത് 2ാമത്തെ കാര്യം ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിശ്ചയിച്ച ശമ്പളവും 10% ഇൻക്രിമെൻറ്റും നിയമനവും സംബന്ധിച്ചാണ്. 4ാമത്തതോ അതും ഡെപ്യൂട്ടി ഡയറക്ടറെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ MLA കൊടുത്ത ഒറിജിനൽ കത്തിലും ഡെപ്യൂട്ടി ഡയറക്ടറുടെ നിയമനത്തെക്കുറിച്ച് പരാതി ഉണ്ടല്ലേ? അങ്ങനെ വരട്ടെ. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. ഒരു ഡയറക്ടർ, IKMൻ്റെ ഒരു ഡയറക്ടർ മന്ത്രി ചെയർമാനായ ഗവേണിംഗ് ബോഡിയുടെ പോലും അറിവില്ലാതെ ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഞാൻ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തി. ഗവൺമെൻറ് നടപടി എടുക്കേണ്ട കാര്യങ്ങൾ. ഇതിലുള്ള വിഷയം എന്താ? KT ജലീൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയോടുള്ള വ്യക്തിവിരോധം തീർക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം തീർക്കാൻ എന്തു ഭേദം ഉപയോഗപ്പെടുത്തരുത്. ഞാൻ കൊടുത്ത കത്തിനെ അതേപടി തന്നെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ പോരായ്മകളോ തിരുത്താൻ ഇടപെട്ടോട്ടെ. അതിനെന്താ തടസ്സം? ഞാൻ എൻ്റെ കത്തിൽ അതിനാണല്ലോ ഞാൻ കത്ത് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നിയമനം അനധികൃതമാണ്, അത് പക്ഷേ KT ജലീൽ നടത്തിയതല്ല എന്ന് മാത്രമാണ് MLA പറയുന്നത്. നിയമനം അനധികൃതമാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം മാധ്യമപ്രതിനിധികൾ. അതായത് പത്രത്തിൽ പരസ്യപ്പെടുത്തി, ഇൻ്റർവ്യൂ നടത്തി, നിയമനം നടത്തി. ഞാൻ പറയുന്നത് എന്താ?
ആ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചും ആ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യവുമായും ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നെന്നുള്ള എൻ്റെ ക്രിറ്റിസിസമാണ്. അതൊരു ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കാണ്, MLA എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ MLA ആണല്ലോ ഞാൻ എന്ത് കാര്യം പറയുമ്പോൾ ഞാൻ MLA തന്നെയാണ്. സ്വാഭാവികമായിട്ട് അത് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, അത് എൻ്റെ ഗവൺമെൻറ്, എൻ്റെ മന്ത്രി അത് കേട്ടു, നടപടി സ്വീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇതാണ് വസ്തുത. ഇതിലെന്തിനാണ് PK ഫിറോസിന് KT ജലീലിനോട് വിരോധം ഉണ്ടാവേണ്ട ആവശ്യം? അങ്ങനെ വിരോധം ഉണ്ടെങ്കിൽ അത് തീർക്കാൻ ഞാൻ കൊടുത്ത കത്തെടുത്ത് കൃത്രിമ രേഖ ചമച്ചിട്ട് ചെയ്യലല്ല, അത് ശരിയല്ലല്ലോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശരിയല്ല. പക്ഷേ ആകെ മൊത്തം കേട്ടപ്പോൾ ഇതിലെവിടെയോ ഒരു വശപ്പശകുണ്ട്. ഇതിലാരോ ഒരാൾ കള്ളത്തരം കളിക്കുന്നുണ്ട്. അതാരാണ് എന്ന് വ്യക്തമാവണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കാം. തൽക്കാലം പോവാം. നന്ദി, നമസ്കാരം.